ദുരന്തം സംഭവിച്ചതിന്റെ പിറ്റേന്നാൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ശാന്തമാണ്, വലിയ തിരക്കില്ല. എന്തുകൊണ്ട് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ക്രമീകരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തിരക്ക് കാരണം പ്രയാഗ്രാജിലേക്കുള്ള തീവണ്ടിയിൽ ആളുകൾക്ക് കയറാൻ പറ്റാത്തതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് വന്നതാണ്. ചിലർ AC കമ്പാർട്ട്മെന്റുകളുടെ ചില്ലുകൾ അടിച്ചു പൊളിക്കുക വരെ ചെയ്തു. അപ്പോഴും തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾക്ക് മെച്ചപ്പെട്ട യാത്ര സാധ്യമാക്കാനും സജീവമായ ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന വിമർശനം ശക്തം. പ്രത്യേക തീവണ്ടികൾ ആവശ്യത്തിന് അനുവദിച്ചില്ല. ഉള്ള തീവണ്ടികൾ കൃത്യസമയം പാലിക്കുക പോലും ചെയ്തില്ല. പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ആളുകൾ മാത്രമല്ല ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ഒരുപാട് മാസം ഡൽഹിയിൽ പണിയെടുത്ത് സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ബിഹാരികൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 2000-ഓളം പേർ ഒരു തീവണ്ടിയുടെ ജനറൽ കോച്ചുകളിൽ കയറാൻ ശ്രമിച്ചതാണ് ഇന്നലത്തെ ദുരന്തത്തിലേക്ക് നയിച്ചത്. സ്റ്റേഷനിലെ അനൗൺസ്മെന്റിൽ വന്ന ആശയക്കുഴപ്പം ഉൾപ്പെടെ ദുരന്ത കാരണമായി. ഇക്കാര്യമെല്ലാം അന്വേഷിക്കാൻ റെയിൽവേ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അമിത്ഷായെ കണ്ട് സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. സർക്കാരിന്റെ നിർവികാരതയും റെയിൽവേയുടെ പരാജയവും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം ഉൾപ്പെടെ മോദി സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് कांग्रेस अध्यक्ष मल्लिकार्जुन खड़गे। रात को नई दिल्ली रेलवे स्टेशन पर जो भगदड़ मची उसके विषय में मुझे लगता है सरकार की परत दर परत पोल खुलती चली जा रही। कल कई घंटों तक रेलवे प्रशासन, रेल मंत्री इस खबर को दबाने की साजिश रच रहे थे. കുംഭമേള അവസാനിക്കാൻ 10 ദിവസമാണ് ബാക്കി. കൂടുതൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് പ്രശ്നപരിഹാരത്തിന് റെയിൽവേ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും ആലോചനയുണ്ട്. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.